പിതാവിനെ മറക്കാൻ സുഹൈലിന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് വിശേഷം അന്വേഷിക്കുമായിരുന്നു. ഇത്തവണ നാട്ടിലെത്തുമ്പോൾ പിതാവിന്റെ അരികിലേക്ക് പോകണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുഹൈൽ ദുബായിൽ നിന്നും വിമാനം കയറിയത്. കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിലേക്ക് പിതാവിനെ തേടി ഇരുചക്ര വാഹനത്തിൽ സുഹൈൽ യാത്ര തിരിച്ചു. ഓർമ്മകൾ ഓർത്തെടുത്തും മകനും പിതാവും ബാംഗ്ലൂരിന്റെ വഴിയോരങ്ങളിൽ കളിച്ചും ചിരിച്ചും മടങ്ങി. തിരിച്ചു വരുമ്പോഴും വീണ്ടും അപകടം സംഭവിച്ചു. ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ തന്റെ കൂട്ടുകാരന് സുഹൈൽ അയച്ച ഒരു സന്ദേശമുണ്ട്. അതിൽ പറയുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്: തൊട്ടതെല്ലാം പിഴക്കുകയാണ്, ഇനിയൊരു അവസരം ലഭിച്ചെന്ന് വരില്ല, ഇനിയുള്ളതെങ്കിലും എനിക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. സുഹൈലിന്റെ അവസാനത്തെ സന്ദേശമായി ഇതിനെ കണക്കാക്കാം. 3 ദിവസം കൊണ്ട് തന്റെ വാഹനത്തിലുണ്ടായ കേടുപാടുകൾ മാറ്റി അമ്മാവനെയും സന്ദർശിച്ചതിന് ശേഷം മേൽപ്രമ്പിലേക്ക് ഇരുചക്ര വാഹനവുമായി പോയതാണ് സുഹൈൽ.